ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇരിക്കുന്നത് ആലുവയിലാണ് കേട്ടോ. ആലുവ ചുണങ്ങംവേലി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് നമ്മുടെ സൈറ്റ്. നമ്മൾ ഈ ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നത് തന്നെ വിശ്വസിക്കുന്നു. ഈ ബാക്ക് സൈഡിൽ കാണുന്നത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലല്ല അവർക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നമ്മുടെ ISRO ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് പോകുന്ന റോഡിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ സൈറ്റ്. അപ്പോ നമ്മൾ വന്നിരിക്കണമെന്ന് ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടിനെയാണ്. ആളുടെ ഇല്ല, ആൾ US സെറ്റിൽഡ്. അപ്പൊ ആളുടെ ഒരു വില്ലയിലാണ് നമുക്കിന്ന് വർക്ക്. വില്ലയുടെ പേര് വരുന്നത് കാസ്ഡേൽ ഡാൻസിങ് വുഡ്സ് എന്ന് പറഞ്ഞ ഒരു വില്ലയാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഇന്നത്തെ വർക്ക്. അപ്പോ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സൈഡിലോട്ട് പോവാം. ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈഡിലോട്ട് ബൈ. നമ്മൾ ഈ വരുന്നതാണ് നമ്മുടെ ISROന്റെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ റോട്ടിൽ കൂടി പോകുമ്പോഴാണ് നമ്മുടെ സൈഡിലോട്ട് പോകേണ്ടത്. ഈ കാണുന്ന വഴിയാണ് നമ്മുടെ വില്ല പ്രൊജക്റ്റിലേക്കുള്ള വഴി. ഇത് തന്നെയാണ് നമ്മുടെ വില്ലയിലേക്കുള്ള എൻട്രൻസ്. കുറെ കൺസ്ട്രക്ഷൻ നടക്കണുള്ളൂ, വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ല എന്ന് പറയുമ്പോൾ നേരെ കാണാണ് ഡോക്കിരിക്കണാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ ഒട്ടു സമയങ്ങളായിട്ട് നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഞാൻ അകത്ത് നിന്നിട്ട് വെക്കേണ്ട സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് വെക്കേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി ഒരു വാട്ടർ പോയിന്റ് നിൽപ്പുണ്ട്, അതുകൊണ്ട് പ്ലഗ് പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ യൂണിറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്കൊരു പ്രീ ഫിൽറ്റർ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിവിടെ വെക്കുന്ന യൂണിറ്റ് ഞാൻ കാണിച്ചു തരാം. വേവിന്റെ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതായത് RO, UV, UF, അതുപോലെ തന്നെ നമ്മുടെ TDS കൺട്രോളർ, LPS അടക്കമുള്ള എല്ലാ ഫുൾ ഫംഗ്ഷനോട് കൂടിയുള്ള പ്യൂർ കോപ്പർ പമ്പ് അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊരു യൂണിറ്റ് ആണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ കോപ്പർ ടെക്നോളജി അതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ ഫിക്സിംഗ് ഡീറ്റെയിൽസ് ആണ്. അതായത് നമുക്ക് ഇവിടെ പ്യൂരിഫയർ മാത്രമല്ല കേട്ടോ, നമുക്കൊരു വാട്ടർ ഫിൽറ്ററും കൂടി, അതായത് വെസൽ ഫിൽട്രേഷൻ കൂടി നമുക്ക് ബൈ ദ മെയിൻ ടൈം നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പോൾ ആദ്യം നമുക്ക് പിടിപ്പിക്കേണ്ടത് വാട്ടർ പ്യൂരിഫയർ ആണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. നമ്മുടെ സുഹൃത്തിന്റെ വീടാണെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രദർ ഒരു ആക്സിഡന്റ് ആയിട്ട് ഇഷ്ടോളം മെഡിക്കൽ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമുക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് പ്രിപ്പറേഷൻ നമ്മുടെ സൈഡിൽ തന്നെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് നമ്മുടെ യൂണിറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ യൂണിറ്റിന്റെ അൺബോക്സിംഗ് ആണ് ആദ്യം. നമ്മുടെ 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വേവിന്റെ കഴിഞ്ഞ ഒരു 2-3 വീഡിയോന് മുന്നേ നമ്മളൊരു ഇതുപോലത്തെ യൂണിറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുത്തമ്പലിക്കര. അത് നീലയായിരുന്നു, ഫുൾ ബ്ലൂ കളർ ആയിരുന്നു. പക്ഷെ ഇതിപ്പോ നമുക്ക് ബ്ലാക്ക് പ്ലസ് കോപ്പർ കാണിച്ചു തരാം. ഇതിന്റെ അടുപ്പിച്ചൊന്ന് കാണിച്ചു തരാം. വേവിന്റെ ആണ്, 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. അപ്പോൾ RO ഉണ്ട്, UV ഉണ്ട്, UF ഉണ്ട്, അതുപോലെ തന്നെ TDS കൺട്രോളർ ഉണ്ട്, അതുപോലെ തന്നെ LPS ഉണ്ട്. 12 ലിറ്റർ സ്റ്റോറേജ് ആണ്. ഇവിടെ തന്നെ നമുക്ക് പിടിപ്പിക്കാം. നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് യൂണിറ്റിലേക്ക് നമ്മുടെ വാട്ടർ കയറുന്നതിന് മുന്നേ ഒരു പ്രീ ഫിൽറ്റർ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ 5 മൈക്രോന്റെ ഒരു സെഡിമെന്റ് ഫിൽറ്റർ നമ്മൾ ആദ്യമേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കളറുള്ള ഒരു ഹൗസിംഗ് ആണ്. നമുക്കത് ഇവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കാരണം ഇങ്ങനെ ഒരു മാറി നിൽക്കുന്നതിന്റെ പേര് നമുക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്യുന്ന ഒരു പരിമിതി ഉണ്ട്. Caught in the glow of fleeting time, a spark of love that feels
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബ്രീഫ് തരാം. നമ്മുടെ വാട്ടർ ഇൻലെറ്റ് വഴി നേരെ നമ്മളുടെ പ്രീ ഫിൽറ്ററിലേക്ക് കയറിയിട്ട് 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽറ്റർ ആണ്. പ്രീ ഫിൽറ്ററിൽ കയറി ഫിൽറ്റർ വാട്ടർ നേരെ നമ്മളുടെ ഇൻലെറ്റിലേക്ക് കയറും, നമ്മുടെ യൂണിറ്റിന്റെ ഇൻലെറ്റിലേക്ക്. ഈ വൈറ്റ് കളറിലെ ട്യൂബാണ്. അത് നേരെ വരുന്നത് LPS ആണ്, ലോ പ്രഷർ സ്വിച്ച്. ഇപ്പൊ നമ്മുടെ ലൈനിൽ പ്രഷർ കുറവാണെങ്കിൽ സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോകും, നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്, നമ്മുടെ പമ്പിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്. അപ്പൊ LPS കഴിഞ്ഞ ശേഷം നമ്മുടെ സെഡിമെന്റ് ഫിൽറ്ററിൽ പോയി അതിനുശേഷം നമ്മുടെ മെമ്മറിലേക്ക് വന്ന് മെമ്മറിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് അതിൽ TDS നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതിനാണ് ഒരു TDS അഡ്ജസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം വരുന്ന പ്രൊഡക്റ്റ് നമ്മുടെ UF-ലേക്ക് പോകും. UF-ൽ നിന്ന് പിന്നെ നമ്മുടെ UV-ലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ടാങ്കിലേക്ക് പോകുന്നത്. ടാങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, യൂണിറ്റ് റണ്ണിങ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ടാങ്ക് വെള്ളം കളയേണ്ടതുണ്ട്, കാരണം പുതിയ ഫിൽറ്റർ ആയതിന്റെ പേരിൽ നമുക്ക് ആദ്യത്തെ ഒരു ടാങ്ക് വെള്ളം കളഞ്ഞിട്ട് വേണം ഉപയോഗിച്ച് തുടങ്ങാൻ. അപ്പൊ പമ്പെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 100% പ്യൂർ കോപ്പർ പമ്പാണ്. ഇത് തന്നെ അലൂമിനിയം വരുന്നുണ്ട്. അലൂമിനിയം വരുമ്പോൾ നമുക്ക് റേറ്റിലൊക്കെ വ്യത്യാസം വരും. അതെല്ലാം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചോദിച്ച് അല്ലെങ്കിൽ കൺഫേം ചെയ്തിട്ട് വേണം ഓരോ യൂണിറ്റുകൾ എടുക്കാൻ. മാർക്കറ്റിൽ തന്നെ 2 ടൈപ്പ് അവൈലബിൾ ആണ് പമ്പ്, കോപ്പർ വൈൻഡിങ്ങും അതുപോലെ തന്നെ അലൂമിനിയം വൈൻഡിങ്ങും. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. വേവ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ ബോക്സ് അപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ TDS-ന്റെ ക്വാളിറ്റി എല്ലാം എടുത്ത് കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ ഇപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. എക്സലന്റ് ആയിട്ടുള്ള റീഡിങ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 95-96 TDS ഉണ്ട്. ഇതിന് കുറച്ചും കഴിയുമ്പോൾ കുറച്ചൊരു വേരിയേഷൻ വരും, കാരണം നമ്മൾ അധികം തുറന്നിട്ടില്ല TDS-ന്റെ കൺട്രോളർ. നമുക്ക് ഒരുപാട് താഴത്തോട്ടും പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കൂടുതലും പോകാൻ പാടില്ല. നമ്മൾ സാധാരണ ഡ്രിങ്കിങ് വാട്ടറിലൊക്കെ 100, 110 ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നമുക്ക് ഓക്കെയാണത്. ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ pH നോക്കാം. pH ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടി ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നോർമലി നമ്മൾ RO വഴി എടുക്കുമ്പോൾ, നോർമലി നമ്മൾ RO വാട്ടർ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ pH പൊതുവെ കുറവായിരിക്കും, കാരണം ROയിൽ കയറി ഇറങ്ങുമ്പോൾ എല്ലാ മിനറൽസും അതിൻ്റെ അകത്ത് നഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ pH കൂട്ടാൻ അല്ലെങ്കിൽ മിനറൽസ് കൂട്ടാൻ വേണ്ടി ആൽക്കലൈൻ ഫിൽറ്റർ അല്ലെങ്കിൽ മിനറൽ കാറ്റേജ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യകത വന്നിട്ടില്ല, കാരണം നമ്മളിവിടെ TDS ബ്ലെൻഡിങ് ചെയ്യുന്നതിന്റെ പേരിൽ, അതായത് ബ്ലെൻഡിങ് സിസ്റ്റം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതിന്റെ പേരിൽ പ്രോ വാട്ടർ ഒരു സർട്ടൻ പെർസെന്റേജ് ഇതിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അഡീഷണൽ നമുക്കൊരു ആൽക്കലൈൻ ഫിൽറ്ററിന്റെ ആവശ്യമില്ല. പ്രൊഡക്റ്റ് നമ്മളുടെ മെമ്മറിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് നേരെ ബ്ലെൻഡിങ് ചെയ്തതിന് ശേഷം, ബ്ലെൻഡ് ആയതിനു ശേഷം നമ്മുടെ UF-ൽ കയറി അതിനുശേഷം UV-ൽ വന്നിട്ടാണ് നമുക്ക് ടാങ്കിലേക്ക് വരുന്നത്. pH കൂടി ഒന്ന് കാണിച്ചു തരാം. എന്താ മനസ്സിലാവും, ഗ്രീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, കാരണം ഇതിൽ നമുക്ക് pH കുറവില്ല. ഗവൺമെന്റ് വിശ്വസിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ pH-ന്റെ വാല്യൂ 7 to 7.5. ഇപ്പൊ നേരിട്ട് നമ്മൾ ഈ ബ്ലെൻഡിങ് ചെയ്യാതെ ROയിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് പ്രൊഡക്റ്റിലേക്ക് പോകുന്നതെങ്കിൽ pH നമുക്ക് ആസിഡിക്കിലേക്ക് പോകും. അപ്പോഴാണ് നമുക്ക് ആൽക്കലൈൻ ഫിൽറ്റർ അല്ലെങ്കിൽ മിനറൽ കാറ്റേജിന്റെ ഒക്കെ ആവശ്യത വന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, എക്സലന്റ് ആയിട്ടുള്ള pH വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ pH ഓക്കെയാണ്, TDS ഓക്കെയാണ്. കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞുട്ടോ. അപ്പൊ നമ്മള് 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വേവ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. RO, UV, UF ഇങ്ങനെ 3 ഫംഗ്ഷൻ ഉള്ളതാണ്. അതുപോലെ TDS അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംവിധാനമുണ്ട്, പിന്നെ LPS ഉണ്ട്, പിന്നെ ഫുള്ളി കോപ്പർ വൈൻഡിങ് പമ്പാണ്. അഡ്വാൻസ് ടെക്നോളജിയാണ്, വേവിന്റെയാണ്. 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. അപ്പൊ നമ്മളിതിന്റെ TDS-ഉം pH ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. എക്സലന്റ് ആയിട്ടുള്ള TDS-ഉം pH-ഉം ആണ്. അപ്പൊ നമുക്ക് കസ്റ്റമറുടെ അഭിപ്രായം എടുക്കാനായിട്ട് ഇപ്പൊ നിർവാഹമില്ല, അദ്ദേഹം ഒരു ബെഡ് റെസ്റ്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.